മറ്റൊരു അൺവാണ്ടഡ് ജാൻമണി ഡ്രാമയിൽ നിന്നാണ് ഇന്നത്തെ ബിഗ് ബോസിന് തുടക്കം കുറിച്ചത്. എന്താവശ്യത്തിനാണ് അവർ ഇത്രയും ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ബിഗ് ബോസ് അവരെ ആറ്റിറ്റ്യൂഡ് കാണിക്കാനായിട്ട് പറഞ്ഞു വിട്ടതാണോ എന്നും അറിയില്ല. അവരാരാന്ന് ഇത്ര ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ? ജസ്റ്റ് എ കണ്ടസ്റ്റന്റ്, അത്രയും മാത്രമേ ഉള്ളൂ ജാൻമണി. അല്ലാതെ ഇത്രയും ആറ്റിറ്റ്യൂഡ് അവിടെ കിടന്ന് കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇത്ര ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്ത് കളയാണ് വേണ്ടത്. ഇതിൻ്റെ ഇടയിൽ ജാൻമണിയും അർജുനുമായിട്ടൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത ആൾക്കാർ അവിടെ കയറിയിരുന്നാൽ എനിക്ക് പവർ ടീമിനെ ബഹുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ കളിച്ച് ജയിക്കുന്നേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജിൻഡോ കയറുന്നുണ്ട്. കളിച്ചാണോ നീ കയറി അവിടെ പവർ ടീമിൽ ഇരുന്നത്? നീ പേടിച്ചിട്ടല്ലേ പവർ ടീമിൽ പോയിരിക്കുന്നത്? എന്തായാലും ഈ തർക്കങ്ങളും വാക്കേറ്റങ്ങൾക്കും ഒടുവിൽ ജാസ്മിൻ, ഇപ്പോഴത്തെ ക്യാപ്റ്റനായ ജാസ്മിൻ ജാൻമണിയെ സമാധാനിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഗബ്രി കാണിച്ചത് പലയിടത്തും ഫേവറിസമാണ്, അതുപോലെ ജാസ്മിൻ കാണിക്കുന്നതും ഫേവറിസമാണ്. അപ്പോൾ ആ ഫേവറിസം കൊണ്ട് എൻ്റെ അടുത്ത് കളി ഇറക്കാൻ വരണ്ട. ഇതിനൊക്കെ ശേഷം അപ്സര അവിടെ പറയുന്നുണ്ട്, പവർ ടീമിൻ്റെ പവർ എന്താണെന്ന് അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ അവിടെ ലിവിങ് റൂമിൽ ഋഷിയും സുബിനും തമ്മിൽ ഡ്യൂട്ടി ഇഷ്യൂസിൻ്റെ കാര്യത്തിലൊരു തർക്കം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സുബിൻ അവിടെ ഒരു നല്ല കാര്യം പറയുന്നുണ്ട്. ഈ എല്ലാ ദിവസവും രാവിലെ വന്ന് ഒരു കാര്യം കൊണ്ട് തർക്കത്തിലേക്ക് പോവാതെ അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുകയാണ് ബെറ്റർ അല്ലേ? ഇതിൻ്റെ ഇടയിൽ നൂറയുടെ മറ്റൊരു നാടകം. നൂറ പറയുന്നുണ്ട്, എല്ലാവരും എനിക്കെതിരെ എനിക്ക് പിറകിലാണ് കളിക്കുന്നത്, കാരണം എനിക്ക് നല്ല നിലപാടുകളുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും എന്നെ പേടിയാണ്. ഇതിനുശേഷം ബാത്റൂമിൽ നൂറ പറയുന്നുണ്ട്, ഞാൻ ഇമോഷണലാണ്, പക്ഷേ ഞാൻ ഇമോഷണലി വീക്കോ ഇമോഷണലി ഫൂളോ അല്ല, അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് ക്യാമറയോട് പറയുന്നുണ്ട്. അഭിഷേക് ശ്രീകുമാർ കിച്ചൺ ഏരിയ നിന്നിട്ട് ജാൻമണിയോട് തൻ്റെ ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഞാനൊരു കമ്മ്യൂണിറ്റിക്ക് എതിരല്ല, പക്ഷേ നിലപാടില്ലാത്ത ചില കാര്യങ്ങളോട് ഞാൻ എൻ്റെ ശക്തമായ നിലപാട് വെക്കുന്ന ആളാണ്. സുബിൻ ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് മലയാളം ബിഗ് ബോസ് ചൂസ് ചെയ്തു എന്ന്. അപ്പോൾ ശ്രീധു പറയുന്നുണ്ട്, എൻ്റെ പ്രേക്ഷകർ മലയാളികളായതുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്തു. ടാസ്ക് വരുന്നു, ബിഗ് ബോസ് Q&A സെഷൻ. ഫസ്റ്റ് ടണൽ ടീം ടാസ്കിനേക്കായിട്ട് പോകുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് പൂജ പോയിന്റ് വെക്കുന്നുണ്ട്. ഗബ്രിയെ പൊളിച്ചടുക്കി കൈ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഗബ്രി തൻ്റെ മണ്ടത്തരങ്ങളൊക്കെ വിളമ്പുന്നുമുണ്ട്. മോഡറേറ്ററായ ക്യാപ്റ്റനും തൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ ജാസ്മിനും മണ്ടത്തരങ്ങൾ വിളമ്പുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയും കൂടി കോംബോ തുടങ്ങിയതിന് ശേഷം രണ്ടുപേരും മണ്ടത്തരം വിളമ്പാൻ മാത്രമാണ് അവിടെ വാ തുറക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇതിനുശേഷം ഡെൻ വരുന്നു. അഭിഷേക് ജയദീപ് അവിടെയും പൊട്ടിക്കുന്നുണ്ട് ഗബ്രിക്കിട്ട്. ഇവിടെ സായും തന്നെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ ഭദ്രമായിട്ട് വെക്കുന്നുണ്ട്. ഒപ്പം നന്ദന ടാസ്ക് കഴിഞ്ഞ് നന്ദന ഇറങ്ങാൻ നേരത്ത് ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നോ. അപ്പോൾ നന്ദന ചോദിക്കുന്നുണ്ട്, എന്താ ജാസ്മിനെ ഗബ്രി മാത്രമേ കെട്ടിപ്പിടിക്കാവുന്നു? സൂപ്പർ നന്ദന, നല്ലൊരു സാധനമായിരുന്നു. നെക്സ്റ്റ് ടീമായിരുന്നു അടുത്തതായി വരുന്നത് സുബിൻ. തൻ്റെ പോയിന്റ്സ് വളരെ കൃത്യമായിട്ട് അവിടെ വെക്കുന്നുണ്ട്. എനിക്കൊന്ന് ഈ മൊത്തത്തിൽ ഈ ടാസ്കിൻ്റെ ഉദ്ദേശം ഗബ്രിക്ക് കൊടുക്കാനുള്ളത് പലരെയും വാ കൊണ്ട് കൊടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ബിഗ് ബോസിൻ്റെ ഐഡിയ എന്ന് തോന്നുന്നുണ്ട്. ഇതിനിടയിൽ ഒരാവശ്യമില്ലാതെ ജാസ്മിൻ ഗബ്രിക്ക് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇടിച്ചു കയറുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, മോഡറേറ്ററിൻ്റെ കാര്യം ചെയ്താൽ മതി, അല്ല ആവശ്യമില്ലാത്ത ഉദാഹരണം വേണ്ട. ഇതിനുശേഷം ബാത്റൂം ഏരിയയിൽ ഗബ്രി ജാസ്മിൻ സ്ക്രീൻ സ്പേസ് കോംബോ വീണ്ടും അരങ്ങേറുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞ് നടക്കുന്ന ജാസ്മിനോട് പിന്നെ എന്ത് പറയാനാ? ഗബ്രി മണ്ടനാവാതിരുന്നാൽ ഗബ്രിക്ക് കൊള്ളാം. ഇതിനുശേഷം ബിഗ് ബോസ് ചോദിക്കുന്നു, ഈ ടാസ്കിൻ്റെ റിസൾട്ട് എന്താണെന്ന്. ഫസ്റ്റ് ടണൽ ടീം, സെക്കൻഡ് നെസ്റ്റ്, തേർഡ് ഡെൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, പൂജ, ജയദീപ്, സായി, സുബിൻ ഇവർ കിട്ടിയ അവസരം മാക്സിമം മുതലാക്കിയിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ഇതിനുശേഷം നേരത്തെയുള്ള നന്ദന ജാസ്മിൻ ഫൈറ്റിൻ്റെ സോർട്ടിങ്ങിനായിട്ട് ജാസ്മിൻ നന്ദനയായിട്ട് സോഫയിൽ സംസാരിക്കുന്നുണ്ട്. നന്ദന വളരെ ക്ലിയറായിട്ട് അതിനെ എസ്കേപ്പ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് കിട്ടുന്നത് ഞാൻ തിരിച്ചു കൊടുക്കും, അതെങ്ങനെ ആയാലും അതങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ വീണ്ടും ഉടക്കും, അതിനെനിക്ക് തീരെ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞാൽ അവിടെ നന്ദന നൈസായിട്ട് സ്കിപ്പാവുന്നുണ്ട്. പിന്നെ ജിൻഡോ ശരണ്യ ഡ്രസ് ഇഷ്യൂ, അതെന്തിനാ അവിടെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. ഈവൻ ശരണ്യയ്ക്കും ശ്രീധുവിനും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണോ എന്നും അറിയില്ല. ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാവുന്നില്ല, ജിൻഡോ യഥാർത്ഥത്തിൽ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? എന്തായാലും വളരെ ഗംഭീരമായ ഒരു ദിവസം കൂടി ഇവിടെ അവസാനിക്കുകയാണ് ബിഗ് ബോസിൻ്റെ. കാണാം അടുത്ത വീഡിയോയിലൂടെ. നമസ്കാരം.